ഇന്ന് നമ്മൾ പാചകകലയിൽ റവ കൊണ്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഒന്ന് ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ്, കറിവേപ്പില, മഞ്ഞൾ, പിന്നെ കടുക്, അതുപോലെ വെളിച്ചെണ്ണ, പിന്നെ വെള്ളം, ഉപ്പ് മുതലായവയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യാണ്. അതിൽ നമ്മൾ ഇങ്ങനെ ഒരു ചീനച്ചട്ടി എന്ന് പറയുന്ന പാത്രം വെക്കുകയാണ്. കുറച്ച് നേരം ചൂടാവണം. ഇത് ഇൻഡാലിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതെല്ലാം ഒന്ന് വറക്കണം. ആദ്യം റവ വറക്കണം. ഈ റവ നമ്മളെ ഈ ഒരു ഗ്ലാസ്സിനാണ് എടുക്കുന്നത്. എത്ര മതി. അപ്പോൾ ഒരു ഗ്ലാസ് റവ എടുത്തു. ഇനി ഇത് നമ്മൾ നന്നായിട്ട് വറക്കണം. ഈ റവ ഉപ്പുമാവിന് വറക്കൽ വളരെ നിർബന്ധമാണ്. പച്ചയിൽ ഇത് ഉണ്ടാക്കിയാൽ നന്നാവില്ല. ഈ ചൂടായ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ റവ ഇനി അത് ഇളക്കുക. ഇത് നന്നായിട്ട് വറവ് ആകണം. നമ്മൾ ഒരു ഗ്ലാസ് ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിനാണ് എടുത്തത്. റവ ഇങ്ങനെ എടുത്ത് നമ്മൾ വറക്കുകയാണ്. റവ വറുത്തു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ആക്കണം. പ്ലേറ്റിൽ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാണ്. ഇത് വെളിച്ചെണ്ണയിൽ നമ്മൾ വറക്കണം. കടുക് വറക്കണം. അത് കാണിച്ചു തരാം. ഓണാക്കി ഇനി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ ആദ്യം കടുകാണ് ഇടേണ്ടത്. കടുക് പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിലുള്ള സാധനങ്ങൾ ഉള്ളി, ക്യാരറ്റ്, ഇഞ്ചി, ഉപ്പ്, മഞ്ഞൾ, ഈ സാധനങ്ങളൊക്കെ ഇടണം. കറിവേപ്പിൻ്റെ ഇല ഇതെല്ലാം അരിഞ്ഞു വെച്ചതാണ്. ഇത് അരിഞ്ഞു വെച്ച് നമ്മൾ ഇതിലേക്ക് ഇടണം. ഇളക്കുക. ഇൻഗ്രീഡിയൻസ് എല്ലാം ഇങ്ങനെ ഇളക്കുക. അരിഞ്ഞിട്ടത്, അതിൽ പച്ചമുളക്, ചെറിയ ഉള്ളി, കടുക്, മഞ്ഞൾ, പിന്നെ നമ്മൾ പിന്നീട് ഇടാം, ഇഞ്ചി, കറിവേപ്പില. ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പില ഇടാം.
ഇനി നമ്മൾ വെള്ളം ഒഴിക്കണം. നമ്മൾ ആദ്യം എടുത്ത ഈ പാത്രത്തിൽ തന്നെ അതേ അളവിൽ വെള്ളം, ഈ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ അത്രയും വെള്ളം. ഒരു സ്വല്പം കൂടെ വെള്ളമാവാം, പക്ഷേ ഒരു ഗ്ലാസ് മതി, അല്ലാതെ ഡ്രൈ ആവാതിരിക്കാനാണത്. ഇത് നമ്മൾ സ്വല്പം മഞ്ഞൾ ഇടണം. ഇത് സ്വല്പം ഇട്ടാൽ മതി, ഇതിലൊന്നും വേണ്ട. ഇനി ഇതിന് വേണ്ട ഉപ്പിടുക. ഇപ്പോൾ അത് പാകമാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇനി ഇതിലേക്ക് റവ ഇടുക. റവ നമ്മൾ കുറേശ്ശായിട്ട് ഇങ്ങനെ ഇടുക. പെട്ടെന്ന് ഇളക്കണം. ഇപ്പം നമ്മൾ കറക്റ്റ് ഒരു ബീക്കർ, അതായത് ഈ ഗ്ലാസ്സിന് വെള്ളമാണ് എടുത്തത്. അങ്ങനെ ആകുമ്പോൾ അത് പൊടി പൊടി ആയിട്ടായിരിക്കും. ഇനി വേറെ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം എടുക്കാം. അതാണ് മീഡിയം സൈസ്. പിന്നെ ഒന്നും കൂടെ ലൂസായിട്ട് വേണമെന്ന് വിചാരിച്ചാൽ നമ്മൾ കടകളിലൊക്കെ സാമ്പാർ അതേപോലെ ഇത് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുന്നതിന് കുറച്ചും കൂടെ ലൂസായിട്ട് നമ്മൾ 2 ഗ്ലാസ്സോ അല്ലെങ്കിൽ 2.5 ഗ്ലാസ്സോ കൂടെ വെള്ളം ഒഴിച്ചാണ്ട് ഉണ്ടാക്കാം. ഇത് കറക്റ്റ് 1 ഗ്ലാസ് ഒരു സ്വല്പം മാത്രം വെള്ളം എടുക്കാണ്ട് ഇങ്ങനെ ആകുമ്പോൾ ഇത് കറക്റ്റായിട്ട് പൊടി പൊടിയായിട്ട് കിട്ടും. ഇപ്പോൾ ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മളിത് ഈ ഇലയിലേക്ക് മാറ്റുക. ഇനി ഇതിൽ നമുക്ക് ചമ്മന്തി കൂടെ ആവാം. ഇത് പൊട്ടുകടലയും നാളികേരം കൂടെ ചേർത്തിട്ടുള്ള ഇതാണ്. നമ്മൾ ആദ്യം ചെയ്ത പോലെ ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലെ കടുക് ഇടുക. ഈ ചമ്മന്തി പൊട്ടുകടലയും, അതായത് കടലപ്പരിപ്പ് എന്ന് പറയും, അതുകൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കാം. ഈ ചെറിയ മണിക്കടല തോല് കളഞ്ഞതാണ്, അതും നാളികേരം കൂടെ അത് വെള്ളത്തിലിട്ടിട്ട്, അതായത് കടല വെള്ളത്തിലിടുക, പിന്നെ നാളികേരം കൂടെ ചിരകി വെള്ളം ചേർത്ത് മുളകൊക്കെ ഇട്ട് അരയ്ക്കുന്നതാണ്. അത് കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ ഇടുക. ഇത് ഉപ്പുമാവ് കഴിക്കാനുള്ള ചമ്മന്തിയാണ്. ഇതിൽ നാളികേരം, അതേപോലെ പൊട്ടുകടല എന്ന് പറയും, പൊട്ടുകടല, അതായത് ചെറിയ മണിക്കടല,
കടലപ്പരിപ്പ്. ആ കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തതും ഈ നാളികേരം കൂടെയാണ്. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം, സ്വല്പം വെള്ളം. ഇതിൽ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കറിവേപ്പില ഇടാം. ഇപ്പൊ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇലയിലേക്ക് ഇടാം. സ്വല്പം ഉപ്പുമാവ് എടുക്കുക. ചമ്മന്തി ഇത് കഴിക്കാനായിട്ട് ഒരാളുണ്ട്. അദ്ദേഹം പറയും നന്നായിട്ടുണ്ടോ എന്നുള്ളത്. നല്ല സൂപ്പറായിട്ടുള്ള ഉപ്പുമാവ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും തന്നെ ഇത് പരീക്ഷിക്കുക. എല്ലാവരും ഇത് ഉണ്ടാക്കാൻ നോക്കുക. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കാൻ നോക്കുക. എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുക. നന്ദി, നമസ്കാരം.